പശ്ചിമേഷ്യൻ ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചുകൊണ്ട് അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രം. അമേരിക്കൻ ഉപരോധങ്ങളുടെയും നിരന്തരമായ ഭീഷണികളെയും പൂർണ്ണമായും കാറ്റിൽ പറത്തി ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയിലും വാണിജ്യ പാതയിലും തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ ഇറാന് സാധിച്ചിരിക്കുന്നു. തങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്നും സാമ്പത്തികമായി ഒറ്റപ്പെടുത്താമെന്നും മോഹിച്ച അമേരിക്കൻ ഭരണകൂടത്തിന് ഒടുവിൽ ഗൾഫ് രാജ്യങ്ങളെ മധ്യസ്ഥരാക്കി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കേണ്ടി വന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിനും സുരക്ഷാ കാര്യങ്ങളിലും ഇനിമേൽ അമേരിക്കയ്ക്ക് പ്രത്യേക പങ്കൊന്നും ഉണ്ടായിരിക്കില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ ആദ്യം മടിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഉയർത്തിയ കടുത്ത പ്രതിരോധത്തിലും ഗൾഫ് മേഖലയിലെ അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിനു മുന്നിൽ ഒടുവിൽ വഴങ്ങുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഖത്തർ അമീറും സൗദി ഭരണാധികാരികളും നേരിട്ടിടപെട്ട് സംസാരിച്ചതോടെ ഇറാനുമായി കൂടുതൽ ഏറ്റുമുട്ടലിനില്ല എന്നും നിലവിലെ പ്രതിസന്ധികൾ ഉടൻ അവസാനിപ്പിക്കുമെന്നും പ്രഖ്യാപിക്കാൻ ട്രംപ് നിർബന്ധിതനായി. ഇതോടെ ലോക എണ്ണ വ്യാപാരത്തിന്റെ താക്കോൽ സ്ഥാനം ഇറാന്റെ തീരുമാനങ്ങൾക്കനുസൃതമായി മാറുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ പുതിയ സുരക്ഷാ വാണിജ്യ ക്രമീകരണങ്ങളെ കുറിച്ച് ഇനി ഇറാനും ഒമാനും ചേർന്നായിരിക്കും തീരുമാനങ്ങൾ കൈക്കൊള്ളുക. മേഖലയിലെ വിതരണ ശൃംഖല പുനഃസ്ഥാപിക്കുന്നതിനും സമാധാനം ഉറപ്പിക്കുന്നതിനുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച ധാരണാ കരാർ പ്രകാരം ഹോർമൂസിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ ഇനി ഇറാന്റെ കടുത്ത പരിശോധനകൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായി മാത്രമേ കടന്നുപോകൂ. പുറത്തേക്ക് കടക്കുന്ന കപ്പലുകളെ ഒമാൻ നിയന്ത്രിക്കുകയും ചെയ്യും. ഈ രണ്ട് രാജ്യങ്ങൾ ചേർന്ന് തീരുമാനമെടുത്തതോടെ ഈ തന്ത്രപ്രധാനമായ പാതയിൽ വിദേശ ശക്തികളുടെ ഇടപെടലുകൾക്ക് പ്രസക്തിയില്ലാതായി മാറിയിരിക്കുന്നു. തുടക്കത്തിൽ ഇറാനും ഒമാനും തമ്മിലുള്ള ഈ കരാറിനോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിലും ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന എണ്ണവിലയും കണക്കിലെടുത്ത വാഷിംഗ്ടൺ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ തുടർന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില നിയന്ത്രണാതീതമാകുമെന്നും അത് സ്വന്തം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നും തിരിച്ചറിഞ്ഞതോടെയാണ് അമേരിക്കൻ ഭരണകൂടം നിലപാടുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. പാശ്ചാത്യ അധിനിവേശ ശക്തികൾക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് സ്വന്തം പരമാധികാരവും സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കാൻ ഇറാന് സാധിച്ചിരിക്കുന്നു. തങ്ങളുടെ ഒരിഞ്ച് മണ്ണിലോ വ്യോമാതിർത്തിയിലോ കടന്നു കയറാൻ ആരെയും അനുവദിക്കില്ല എന്ന ഇറാന്റെ ഉറച്ച നിലപാടും ആഗോള ഊർജ വിപണിയെ സ്വാധീനിക്കാനുള്ള ശേഷിയുമാണ് വൻ ശക്തിയായ അമേരിക്കയെ പോലും പിൻവാങ്ങലിന്റെ പാതയിലേക്ക് എത്തിച്ചത്. ഇതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വിദേശ ശക്തികളുടെ ആധിപത്യം അവസാനിക്കുകയും പ്രാദേശിക രാജ്യങ്ങൾ ചേർന്ന് തങ്ങളുടെ അതിർത്തികളുടെയും വാണിജ്യ പാതകളുടെയും ഭാവി നിർണ്ണയിക്കുന്ന പുതിയൊരു യുഗത്തിന് തുടക്കമാവുകയും ചെയ്തിരിക്കുകയാണ്. ലോകരാഷ്ട്രീയത്തിന്റെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെയും നാഡീഞരമ്പുകൾ നിലകൊള്ളുന്ന പശ്ചിമേഷ്യൻ ഭൂപ്രദേശങ്ങളിൽ നിന്നും നയതന്ത്ര ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന വലിയൊരു അത്ഭുതകരമായ മാറ്റത്തിന്റെ വിവരങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. പതിറ്റാണ്ടുകളായി ഉപരോധങ്ങൾ കൊണ്ടും സൈനിക ഭീഷണികൾ കൊണ്ടും ഒരു ജനതയെയും രാജ്യത്തെയും സാമ്പത്തികമായി തകർക്കാൻ നോക്കിയ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾക്ക്, പ്രത്യേകം പറഞ്ഞാൽ വാഷിംഗ്ടണിലെ ഭരണാധികാരികൾക്ക് ഒടുവിൽ വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വരുന്നു. സാമ്രാജ്യത്വ അഹങ്കാരങ്ങളുടെയും സാമ്പത്തിക ഉപരോധങ്ങളെയും പൂർണ്ണമായും വകവെച്ചു കൊടുക്കാതെ സ്വന്തം പരമാധികാരവും ഭൂപ്രദേശവും രാജ്യത്തിന്റെ അന്തസ്സും സംരക്ഷിച്ചു നിർത്താൻ ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രം ഇന്ന് പശ്ചിമേഷ്യൻ ഭൂപ്രകൃതിയിലെ അനിഷേധ്യ ശക്തിയായി മാറിയിരിക്കുന്നു. ലോകത്തിന്റെ ഊർജ ആവശ്യങ്ങൾക്ക് ആധാരമായ തന്ത്രപ്രധാന പാതകളിലൂടെയും സമുദ്ര മേഖലകളിലൂടെയും പൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ കൈകളിൽ ഭദ്രമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്ര അധ്യായം തന്നെ ഇറാൻ കുറിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഐക്യനാടുകൾ തങ്ങളുടെ പടക്കപ്പലുകളും അത്യാധുനിക പോർ വിമാനങ്ങളും അയച്ച് ഭീഷണി ഉയർത്താൻ നോക്കിയപ്പോൾ സൈനികമായ കരുത്തുറ്റ പ്രതിരോധം കൊണ്ടും അതിലേറെ അതിസൂക്ഷ്മമായ നയതന്ത്ര നീക്കങ്ങൾ കൊണ്ടുമാണ് ഇറാൻ ഭരണകൂടം ആ വെല്ലുവിളിയെ നേരിട്ടത്. അറബിക്കടലിനെയും പേർഷ്യൻ ഉൾക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന ഏറ്റവും നിർണായകമായ വാണിജ്യപാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തുകൊണ്ട് ഇറാൻ നടത്തിയ ഓരോ നീക്കവും അമേരിക്കയെ ആഗോളതലത്തിൽ നാണം കെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു. കടലിലൂടെ സഞ്ചരിക്കുന്ന കൂറ്റൻ എണ്ണക്കപ്പലുകളുടെയും വിദേശ ചരക്കു കപ്പലുകളുടെയും മുകളിൽ തങ്ങളുടെ കർശനമായ സുരക്ഷാ കവചം തീർത്തുകൊണ്ട് അനുമതിയില്ലാതെയും പ്രാദേശിക സുരക്ഷ തകർത്തുകൊണ്ടും ഒരു സാമ്രാജ്യത്വ ശക്തിക്കും പേർഷ്യൻ ഉൾക്കടലിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കാൻ ടെഹ്റാനിലെ നയതന്ത്ര വിദഗ്ധർക്ക് സാധിച്ചു.
ആദ്യഘട്ടത്തിൽ ഇറാന്റെ ഈ പരമാധികാര നീക്കങ്ങളെ കടുത്ത ഭാഷയിൽ അപലപിക്കുകയും തങ്ങളുടെ ആയുധ ബലം കാട്ടി അതിനെ തകർക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്വന്തം വാക്കുകളിൽ നിന്ന് പിന്നോട്ടു പോകേണ്ടി വന്നു എന്നത് കൗതുകകരമായ വസ്തുതയാണ്. സാമ്പത്തിക മേഖലയിലുണ്ടായ വൻ തിരിച്ചടികളും ആഗോള വിപണിയിൽ അടിയന്തരമായി കുതിച്ചുയർന്ന എണ്ണവിലയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഉലയ്ക്കാൻ തുടങ്ങിയതോടെ വൻ ശക്തിയായ വാഷിംഗ്ടൺ പൂർണ്ണമായും തളരുകയായിരുന്നു. സൈനിക ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് തങ്ങളുടെ തന്നെ സാമ്പത്തിക തകർച്ചയ്ക്ക് വഴി തെളിക്കുമെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്കയ്ക്ക് മറ്റു ഗൾഫ് രാജ്യങ്ങളെ മധ്യസ്ഥരാക്കി ഇറാന് മുന്നിൽ സമാധാന ചർച്ചകൾക്കായി അഭ്യർത്ഥിക്കേണ്ടി വന്നു. മേഖലയിലെ സമാധാനത്തിന് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് തുറന്നു പറയാൻ പോലും ട്രംപിന് മടിയുണ്ടായിരുന്നില്ല എന്ന ഘട്ടത്തിലേക്ക് ട്രംപിനെ എത്തിച്ചു ഇറാൻ എന്ന് പറയുന്നതാവും ശരി. മേഖലയിലെ മറ്റ് അറബ് രാഷ്ട്രങ്ങളും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനവും സുരക്ഷിതത്വവും നിലനിൽക്കണമെങ്കിൽ അയൽ രാജ്യമായ ഇറാനുമായി നയതന്ത്ര ധാരണകളിൽ എത്തുക മാത്രമാണ് ഏക വഴി എന്ന ഖത്തറും സൗദി അറേബ്യയും ഒമാനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും സൗദി ഭരണാധികാരികളും നേരിട്ട് വാഷിംഗ്ടണിലെ അമേരിക്കൻ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് ഉന്നതതല ചർച്ചകൾ നടത്തിയത്. ഇറാന്റെ ആവശ്യങ്ങൾ ന്യായമാണ് എന്നും തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സാന്നിധ്യം സൈനിക നീക്കങ്ങളും അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നും ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ ധരിപ്പിച്ചു. ഒടുവിൽ വൻ ശക്തിയായ അമേരിക്കൻ പ്രസിഡന്റിന് ഒവേൽ ഓഫീസിലിരുന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വിട്ടുവീഴ്ചയുടെ സ്വരത്തിൽ സംസാരിക്കേണ്ടി വന്നത് ഇറാന്റെ വമ്പൻ വിജയം തന്നെയാണ് കാണിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ പുതിയ സുരക്ഷാ വാണിജ്യ വ്യവസ്ഥകളെ കുറിച്ച് ഒമാനും ഇറാനും തമ്മിൽ രൂപപ്പെടുത്തിയ പരസ്പര കരാർ ഈ വിഷയത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരിക്കുന്നു. കടലിടുക്കിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ മുഴുവൻ ഇറാന്റെ സശ്രദ്ധമായ പരിശോധനകൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നും അത് തിരികെ പോകുന്ന കപ്പലുകളുടെ വിവരങ്ങൾ ഒമാൻ ശേഖരിക്കുമെന്നുമുള്ള ഈ കരാർ പശ്ചിമേഷ്യൻ ഉൾക്കടലിലെ പാശ്ചാത്യ അധിനിവേശത്തിന്റെയും അമേരിക്കൻ കടന്നുകയറ്റത്തിന്റെയും സമാപ്തിയാണ് കുറിക്കുന്നത്. തങ്ങളുടെ ആധിപത്യത്തിൽ നിന്നും ഈ മേഖലയെ മുക്തമാക്കാനും സ്വന്തം അതിർത്തികൾ തനിയെ സംരക്ഷിക്കാനും പ്രാദേശിക രാജ്യങ്ങൾക്ക് ശേഷിയുണ്ടായെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു കൊടുക്കാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു. യുദ്ധഭീഷണികൾ മുഴക്കിയ അധിനിവേശ ശക്തികളെ വെറും നയതന്ത്ര നീക്കങ്ങൾ കൊണ്ടും തന്ത്രപരമായ സമുദ്ര സുരക്ഷാ തന്ത്രങ്ങൾ കൊണ്ടും പരാജയപ്പെടുത്തിയ ഇറാന്റെ ഈ വിജയം ആഗോളതലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്കും രാഷ്ട്രീയ നീക്കങ്ങൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത്. സ്വന്തം ആത്മാഭിമാനത്തിനും പരമാധികാരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഒരു ജനതയ്ക്ക് മുന്നിൽ ലോകത്തിലെ ഏതു വൻ ശക്തിയും ഒടുവിൽ തലകുനിക്കേണ്ടി വരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ പുതിയൊരു കാലഘട്ടം പിറവിയെടുക്കുകയാണ്.